മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പോവുകയാണ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI കുറ്റപത്രത്തിലെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. സിദ്ധാർത്ഥൻ നേരിട്ടത് ക്രൂരമായ പീഡനമാണ്. അതുപോലെ തന്നെ പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നതൊക്കെയാണ് പറയുന്നത്. എബിയുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. എബി, നമുക്കറിയാം, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ പോലും കേരളക്കര ഒന്നാകെ ഞെട്ടിയൊരു സംഭവമായിരുന്നു. അത്രമേൽ സിദ്ധാർത്ഥൻ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് ഇരയാവുകയാണ് ഉണ്ടായത്. എന്തായാലും ഇപ്പോൾ കുറ്റപത്രം പുറത്തു വരുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ഇതിൽ പറയപ്പെടുന്നത് എബി? ഭദ്ര, ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ CBIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു, പ്രാഥമിക റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ടിൽ സിദ്ധാർത്ഥൻ ക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം CBI പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ് CBI അടിവരയിട്ട് പറയുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, ഈ സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഒപ്പം തന്നെ ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട്, ഒപ്പം തന്നെ അവിടുത്തെ ആ സമയത്ത് അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലത്തെ വീഡിയോ ദൃശ്യങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഡൽഹി എയിംസിന് അയച്ചുകൊണ്ട് അവിടെ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഒരു വിദഗ്ധ അഭിപ്രായം നൽകണമെന്നൊരു ആവശ്യമാണ് CBI പ്രധാനമായി ഉന്നയിച്ചിരിക്കുന്നത്. അതുതന്നെയാണ് ഇന്നത്തെ ഈ റിപ്പോർട്ടിൽ നിന്നും പുറത്തു വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരമായി എടുത്തു പറയേണ്ട ഒരു കാര്യം. ഈ റിപ്പോർട്ടുകളുടെ പരിശോധന ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് നിലവിൽ ഒരു ആത്മഹത്യാ കേസ് എന്ന നിലയ്ക്കാണ് നിൽക്കുന്നത്. മറിച്ച് ഇതൊരു കൊലപാതകം ആണെന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഒരു വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനം കൂടി ഉണ്ടാവേണ്ടതുണ്ട്. ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ സിദ്ധാർത്ഥ ഏറ്റുവാങ്ങിയിരുന്നു. 2 ദിവസം ഇദ്ദേഹത്തെ നഗ്നനാക്കി തന്നെ മർദ്ദിക്കുന്ന നിലയാണ് ഉണ്ടായത്. കേബിളുകൾ ഉപയോഗിച്ചും ബെൽറ്റ് ഉപയോഗിച്ചും ഷൂസ് ഉപയോഗിച്ചും ഒക്കെയുള്ള മർദ്ദനം ഉണ്ടായി. ഒപ്പം തന്നെ ഈ ആളുകളുടെ, അതായത് സഹപാഠികളുടെ മുന്നിലിട്ട് ക്രൂരമായി തന്നെ മർദ്ദിക്കുന്ന നിലയാണ് ഉണ്ടായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 19 പ്രതികളാണ് നിലവിലുള്ളത്. ഈ 19 പ്രതികളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ക്രൂരമായിട്ടുള്ള നടപടി ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് CBI തങ്ങളുടെ റിപ്പോർട്ട് വഴി സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പ്രതികളുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് മുമ്പത്തെ ദിവസം ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് CBIയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടത്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ CBI റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഈ പ്രതികൾക്ക് എതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും ഈ പ്രതികൾക്ക് ജാമ്യം നൽകരുത് എന്നുള്ളത് തന്നെയായിരുന്നു ഹൈക്കോടതിയിൽ CBI പ്രധാനമായി മുന്നോട്ട് വെച്ച മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത്. കാരണം ഈ സാക്ഷികളെല്ലാം തന്നെ പ്രതികളുടെ സുഹൃത്തുക്കളാണ്, സഹപാഠികളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ ഇവർ പുറത്തിറങ്ങി ഈ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യമുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ CBI ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിൽ CBI നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ട് വിദഗ്ധ അഭിപ്രായം നൽകണമെന്ന് ഡൽഹി എയിംസിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനായി ഇവിടെ നിന്നുള്ള ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് സർജന്റെ റിപ്പോർട്ട്, ഒപ്പം തന്നെ സിദ്ധാർത്ഥനെ മർദ്ദിച്ചുവെന്ന് പറയുന്ന ആ ബാത്റൂമിന്റെ ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ബാത്റൂമിന്റെ ആ സമയത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ ഡോറുകളെല്ലാം തന്നെ ആകെയും തകർന്ന നിലയിൽ തന്നെയായിരുന്നു. അപ്പോൾ ആരെങ്കിലും അതിനകത്ത് നേരത്തെ തന്നെ ഇരിപ്പുറപ്പിച്ച് അതിനുശേഷം ഈ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിക്കുന്നതിന് ഇടയാക്കിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ CBI തങ്ങളുടെ ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും എയിംസിന്റെ റിപ്പോർട്ട് കൂടി വന്നെങ്കിൽ ശേഷം മാത്രമാണ് ഇനിയിപ്പോൾ ഇതിൽ ഒരു കൊലപാതകത്തിന്റെ സാധ്യത തെളിയിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുക. ക്രൂരമായിട്ടുള്ള മർദ്ദനം സിദ്ധാർത്ഥ് ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നിലവിൽ അതൊരു തൂങ്ങി മരണമെന്ന നിലയിൽ തന്നെയാണ് ആ കേസ് നിലനിൽക്കുന്നത്. അത് അപ്രകാരമല്ല, ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് സ്ഥാപിക്കണമെങ്കിൽ ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള മർദ്ദനം അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനം സിദ്ധാർത്ഥ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ മർദ്ദനം മരണത്തിന് കാരണമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെ തന്നെയും ഈ മെഡിക്കൽ റിപ്പോർട്ടിലാണ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് വിദഗ്ധ അഭിപ്രായം നൽകണമെന്നാണ് CBI പ്രധാനമായും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭദ്ര, ശരി. എബിയാണ് വിശദാംശങ്ങൾ നൽകിയത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണത്തിൽ CBI കുറ്റപത്രത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. സിദ്ധാർത്ഥ നേരിട്ടത് അതിക്രൂരമായിട്ടുള്ള പീഡനമാണെന്നും അതുപോലെ തന്നെ പ്രതികൾ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നത്. ഇദ്ദേഹത്തെ നഗ്നനാക്കി നിർത്തിക്കൊണ്ട് അപമാനിച്ചുവെന്നും കുറ്റപത്രത്തിൽ CBI ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും ഡൽഹി എയിംസിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എബി ജോൺ തോമസ്.